ഇതിലൊന്ന് കറുപ്പ് വേറെ നോക്കണേ ഭയങ്കര രസം. പഴയ കാലത്തുള്ള സാധനങ്ങളാണല്ലോ. ഇത് എന്തെന്താ സാധനം? ഭംഗിക്ക് വെക്കുന്ന സാധനം അത്ര എന്താന്ന് നമുക്കറിയില്ല. അടിപൊളി. ഓ, ഫുൾ ലോഡ് സാധനങ്ങൾ നിറച്ചൊരു വണ്ടിയുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ് അല്ലേ? വണ്ടിയിലെ മൊത്തം സാധനങ്ങൾ വിശരി തന്നെയാണോ അതോ പിന്നെ ഇതാണോ? വിശരിയാ? മാഷാഅല്ലാഹ്. ഇതിന്റെ ഒരു നിർമ്മാണം നോക്കുകയാണെങ്കിൽ ഗൈസ്, നമ്മളെ പിന്നെ ഓല മടക്കിയിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. അടിപൊളി. പക്ഷെ ഇത് ഒരു 1 2 3 4 ഓല മടല് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സാധനം കേട്ടോ. കാറ്റുണ്ടോ? അങ്ങനെ ഇതിൻ്റെ നിർമ്മാണം. അടിപൊളി. ചട്ടികളും പാത്രങ്ങളും ഫ്ലാസ്കുകളും കുക്കർ, അങ്ങനെ ഒരു സംഭവം. നമ്മൾ അല്ലൂലയിൽ പോണ വഴി ഇവിടെ ഈ നിർമ്മാണം കണ്ടപ്പോൾ ഇറങ്ങിയതാ. ഇവിടുത്തെ ഓരോ സാധനങ്ങൾ നോക്കുന്നൊരു കടയാണ്. ഇതെങ്ങനെയാണ് ഷമിക? ഇത് പഴയ കാലത്തുള്ള അറബികൾ ഉപയോഗിക്കുന്നതല്ലേ? നമുക്ക് ഇതിന്റെ കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? പല വെറൈറ്റി ഫ്ലാസ്കുകള്, ജഗ്ഗുകള് ഒക്കെ ഉണ്ട് കേട്ടോ. ഓ, ഇവിടുത്തെ ഗണ്ണ് കണ്ടോ? ഇത് തോലുകൊണ്ട് ഉപയോഗിച്ച സൗണ്ട് ഒറിജിനൽ തോലാണ്. ഇത് പിടിച്ചാൽ നോക്കട്ടെ, ഞാൻ കൊട്ടി നോക്കട്ടെ. എവിടെ ചെയ്ത് ചെവിക്ക തോക്കണത് ഒന്ന് വെച്ചിട്ട് പൊട്ടിക്കുന്നതാണ് സംഭവങ്ങള്. ഇതെന്താ പറയുക, ഒട്ടകത്തിൻ്റെ മേലെ കയറി ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു സാധനം ഉണ്ടാക്കിയാണ്. ഇത് നേരെ ഒട്ടകത്തിൻ്റെ മേലെ ഇങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ മറ്റേ ഒരു കുഷ്യനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കയറി ഇരിക്കുന്ന സാധനം കേട്ടോ. ഈ സാധനം ഉണ്ടോ? സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യയായ യാംബൂവിലാണ് നമ്മളുള്ളത്. യാംബോ. നമ്മൾ ഏത് പോണ വഴിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്? അല്ലൂല വഴിയിലാണ്. അല്ലൂല സൗദി അറേബ്യയിലെ ഏറ്റവും മോസ്റ്റ് പിന്നെ ടൂറിസ്റ്റ് ഇന്ന് വേൾഡിലെ ഏറ്റവും പുതിയ വലിയ പ്രൊജക്റ്റ് വരുന്ന സ്ഥലമാണ് അല്ലൂല. അല്ലൂല യാത്രയിലാണ് വഴിമധ്യ യാംബൂവിലെത്തി. അവിടെ പുരാവസ്തുക്കൾ ഒരുപാട് അത്ര ശേഖരണമായി വിൽപ്പന നടത്തുന്ന ഒരു സൗദിയുടെ ഷോപ്പിന്റെ മുമ്പിലാണ്. വ്യത്യസ്ത കല്ലുകളടക്കം ഇവിടെ ഉണ്ട്, പാത്രങ്ങളുണ്ട്,
അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ മുകളിൽ വളരെ സ്മൂത്തായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ചില മരത്തിൻ്റെ തടികൾ കൊണ്ടുണ്ടാക്കിയ ചില സാധന സാമഗ്രികളുണ്ട്. വളരെ പിന്നെ ഒരു സൗദി കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൊട്ട പോലെ അല്ലേ, കൊട്ട പോലെയുള്ള സംഭവം, പ്രാചീന കലാരൂപം പോലൊക്കെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഒരുപാട് ഒട്ടനവധി പഴയകാല വിസറുണ്ട്, ഒരുപാട് സാധന സാമഗ്രികളുണ്ട്. പിന്നെ ഉപ്പിന്റെ എന്തോ ഒരു സാധനം കണ്ടില്ല നമ്മൾ നേരത്തെ, പഴയ ഉപ്പ്, കല്ലുപ്പിനൊക്കെ പറഞ്ഞത് അത് ശരിക്കും ഒറിജിനൽ സാധനം. ഇതാണ് ഇവിടുത്തെ കല്ലുപ്പ്. പഴയ ആളുകൾ കല്ലൊക്കെ ആയിട്ട് ഉപ്പൊക്കെ ഉപയോഗിച്ചു. അത്ഭുതകരമായ ഒരുപാട് ശേഖരത്തിൻ്റെ ഒരു ഉറവിടം തന്നെ ഇവിടെ ഉണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ്, ജീവിതത്തിൽ കാണേണ്ട കാഴ്ചയാണ്. യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ നല്ല നല്ല അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സൗദി പോലുള്ള ഏറ്റവും വലിയ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രാചീനമായ സാധന സാമഗ്രികൾ കാണുക, വർഷങ്ങളോളം അതിനൊക്കെ പഴക്കമുണ്ട്. പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ സാധനങ്ങൾ അതും വേറെ കാണാൻ പറ്റും. അപ്പം നമ്മളെ നല്ല മൃഗത്തിന്റെ ആ ഒരു രോമങ്ങളൊന്നും പോയിട്ടില്ല അല്ലേ, ആ തൊലി കണ്ട ആ രോമങ്ങളൊന്നും പോയിട്ടില്ല. അപ്പൊ ഈ സാധനം നമ്മളെ കാക്ക മേടിച്ചു തന്നെ കേട്ടോ. എന്താ സാധനം അടിപൊളി. അല്ലൂലയിൽ വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പഴം, കട്ടൻ ചായ, വെള്ളം, ബിസ്ക്കറ്റ് കഴിക്കണം. ഞങ്ങളെടുത്ത റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി റൂമാണ്, സൂപ്പർ. ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ലിവിങ് ഡൈനിങ് ഹാള്, ബാത്റൂം, കിച്ചൺ, ഒരു ഡബിൾ കോട്ട് ബെഡ്റൂം കാര്യങ്ങൾ ഇവിടെ. പിന്നെ ഡബിൾ കോട്ടും സിംഗിളിൻ്റെ രണ്ടും ബെഡ്റൂമും കാര്യങ്ങളും. അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് വന്ന് നിൽക്കാൻ പറ്റിയ നല്ലൊരു റൂമാണ് കേട്ടോ, നല്ലൊരു വൈബുമാണ്. അല്ലൂല യാത്രയിലെ ഉച്ചക്കത്തെ ഫുഡ് ഇന്ന് വെണ്ടയ്ക്ക, സാൽമൺ, സ്മോക്കഡ് കേജി, ഇതിൽ കേജി വെറും കേജി മാത്രമേ. ഇത് വെണ്ടയ്ക്ക ബിൽഡിംഗ്. പഴയ വീട് കണ്ടോ, ഒരുപാട് പഴക്കമുള്ള വീട്, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വീടുകൾ കണ്ടോ. അതിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ പൊളിച്ചു പോയി കണ്ടോ. പഴയ വീടുകൾ, ഓരോ റൂമുകളായിരിക്കാം ഇതൊക്കെ. മണ്ണും ചെറിയ ചെറിയ കല്ലുകളൊക്കെ കൊത്തി അങ്ങനെ കുഴച്ച് വെച്ച വീടാണ്. സ്ഥലങ്ങളാണ് ഇത് കണ്ട ഗൈസ്.
വലിയ പാറ. അത് ഇങ്ങനെ തന്നെ ആയി വന്നതാണ് അല്ലേ? ഈ പാറകൾ ഇങ്ങനെ തന്നെ ആയി വന്നതല്ലേ ഇത്? ഇത് തുറന്നിട്ടാണ് ഓരോ വീടുകൾ അല്ലേ? ഈ പഴയ വീടൊക്കെ ആണ് ഇവിടെ. സൗദിയിൽ വരുന്നവര് എല്ലാവരും നിർബന്ധമായി വരേണ്ട ഒരു സ്ഥലം അല്ലൂല. അല്ലൂലയിൽ മസ്റ്റായിട്ടൊന്ന് വരണം. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയാണ്. അതിന് ഏറ്റവും മുകളിലൊരു പഴയ വീട് കണ്ടു. എന്താ കല്ലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ചുണ്ടാക്കിയ വീട് പൊളിഞ്ഞു പോയി. സെറ്റപ്പാ. ചെങ്ങായിമാരെ ഇവിടെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതൊക്കെ. വല്ലാത്ത നിർബന്ധിയാണ് ഇതൊക്കെ. സൗദിയിൽ അല്ലൂല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണിത്. ഇങ്ങനെ ഈ ഓരോ പിരമിഡുകൾ പോലെ നമ്മൾ കൊത്തി ഉണ്ടാക്കിയത് പോലത്തെ സംഭവമാണ് ഇവിടെ ഉള്ളത്. വലിയ അത്ഭുതമാണ് സെറ്റ് സംഭവമാണ്. പാറകളിങ്ങനെ നമ്മളിങ്ങനെ ഈ കൊത്തുപണികൾ നടത്തിയത് മാതിരത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇതിൻ്റെ. ബാക്കിയൊക്കെ തന്നെയായിരുന്നു. ഇതുണ്ടോ അവരെ മനുഷ്യനിർമ്മിതിയാണ്. ഓരോ സംഭവങ്ങൾ അവർ കൊത്തിവെച്ചാണ് ഓരോ ഭാഗങ്ങൾ. പക്ഷെ അത്ഭുതം തന്നെ പറയാറുണ്ട്. ഒരു തരിയാണ് ആ പൊടി. ചെങ്ങായിമാരെ എത്ര കണ്ടാലും പൂതി തരില്ല. എങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ നിർമ്മാണം, എന്താണ് പ്രശ്നം, ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഒരു ചുറ്റും ഇതുപോലത്തെ സംഭവം, പിന്നെ ഒരുപാട് കൊത്തുപണികൾ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഇത് നിർമ്മിച്ചു, എന്താണ് ഇതിനുള്ളിലായിരുന്നു
കാലത്തെ വീടുകൾ. ലോകാത്ഭുതങ്ങളിൽ ഒരു സംഭവമായിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട നിങ്ങൾ ഇതാണ് പറഞ്ഞ കല്യാണം. ഒറ്റ കല്യാണം. ഇത് സംഭവം ഇത് ടോപ്പായി നഗരം തന്നെ ഇങ്ങോട്ട് ഉണ്ടായിക്കാണ്. അതാണ് സാധനം. ഇതാണ് സാധനം. ഇത് സാധനം ഇത് ചെയ്യേണ്ടത് സാധനം കണ്ട ക്ലാസ്സാണ്. ഇത് നമുക്ക് അറിയില്ല എന്താന്നുള്ളത്. നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം അല്ലൂലയിൽ വന്നാല്. ഫുൾ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കെട്ടിടം. ഹോട്ടലാണല്ലേ. ഇത് ബമ്പം നിർബന്ധമായി കാണേണ്ട ഒരു സാധനം. ഗ്ലാസ് കൺവെൻഷൻ സെന്റർ അല്ലേ? ഓ മറായ. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെ എത്തി നമ്മള്? ഡെയ്മൂമാറ സ്ഥലത്ത്. ഡെയ്മൂമ ഫാം. അല്ലൂലയിൽ വേറൊരു വൈബ് അല്ലേ? ഫാമിനുള്ളിൽ പോലെ നമുക്ക്. അടുത്ത നമ്മള് ഡെയ്മൂമ എന്ന് പറഞ്ഞൊരു ഫാമിലേക്കാണ് എത്തിയ. അല്ലൂല ഫുൾ
അല്ലേ? എന്താ പറഞ്ഞൂടെ? എന്താ ഈത്തപ്പഴം, ഈത്തപ്പഴത്തോട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ റിയാസിനോടൊപ്പം സൈനുദ്ദീൻ, ഷമീം, അഷ്റഫ്. ഗ്ലാസ് കൺവെൻഷൻ സെന്ററിൽ അതിമനോഹരമായ പ്രകൃതിയുടെ മനോഹാരിതി കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങളെ കണ്ണിൽ കുളിർമയായിരുന്നു. അടിപൊളി. Yeah, hala. It's good to see you guys. First time for you here? Yeah, this is the map, the whole place here. This is called Beymuma. We are here exactly in this restaurant here. This is the first point here. This is the welcome area. You can sit there, you can sit near the shade. Also, there is a coffee shop next to the retail shop. This is the first point here. And after that, you're gonna find the coffee shop. You can. So guys, enjoy. Do you need anything? Thank you. Have a lovely time. പായ, നാട്ടിലെ പായ. ഒരു ഈത്തപ്പനത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കോഫി ഷോപ്പുകൾ, സംഭവങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. രാത്രി കത്തും, അപ്പം അടിപൊളിയാവും. എന്താ സാധനം? ക്രാഫ്റ്റിന്റെ ക്ലൈമറ്റാ? അതന്നെ ക്രാഫ്റ്റ് ക്ലൈമറ്റ്, അതുകൊണ്ട് അവിടെ മണം വരാൻ കാരണം. അതാ ഞാൻ സ്മെല്ല് ചെയ്ത്. ഇത് ഒരു പ്രത്യേക സ്മെല്ല് ഈ വഴി തന്നൂല്ലേ? ഇതെന്താ സൗണ്ട് കേൾക്കണ്ടോ? ഹലോ 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 ഹലോ. പ്രത്യേക സൗണ്ട്. പ്രോബ്ലം. വിരോധമില്ലെങ്കിൽ اجلسوا اصوركم صورة. നല്ല തണുപ്പുണ്ടാവുള്ളൂ അല്ലേ? തണുപ്പുണ്ടോ കണി? എന്താ ഇത്? ഓരോ വീടിൻ്റെ ആണോ അതോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാവൂലേ? പഴയ വീട് പൊളിച്ചാണോ അതോ ഇതിങ്ങനെ? നമ്മളെ മണ്ണിച്ചൊക്കെ മണ്ണും കല്ലും കൂടിയും കുഴച്ചിട്ട് ഇവിടെ ഇങ്ങനെ മതിൽ കെട്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ പോയി. അടിപൊളി ഏരിയ. അല്ലൂലയില് വന്നാലുള്ള മസ്റ്റായിട്ട് കാണേണ്ട ഒരു ഏരിയ ആണ്.
എന്താ വെച്ചാ അൽ ക്യാമറ റെസ്റ്റോറൻ്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ എന്താ ഓർഡർ പറഞ്ഞു